എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കറി തയ്യാറാക്കുന്നതിന് വേണ്ടി 2 മുരിങ്ങയ്ക്കായും 12 ചക്കക്കുരുവും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക നന്നായിട്ട് മുകളിലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു അതേപോലെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചക്കക്കുരുവൊക്കെ നമ്മൾ കറിക്ക് കട്ട് ചെയ്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ മുരിങ്ങക്കായും നടുവിലൂടെ ഒന്ന് കീറിയെടുക്കാം. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെയും മുരിങ്ങക്കായുടെയൊക്കെ സീസൺ ആണല്ലോ, അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്നായി കഴുകി വൃത്തിയാക്കി നമുക്ക് വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേഗം അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തൊന്ന് വാട്ടിയെടുക്കാം. ചെറിയ ഉള്ളി നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ ഇട്ട് കൊടുത്ത് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം നല്ല ഒരു ഡാർക്ക് ബ്രൗൺ നിറമാകുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ നന്നായി മൂത്ത് വന്നാലേ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടുകയുള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. ഇപ്പം വേഗം വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത കഷ്ണങ്ങൾ ചട്ടിയിൽ നിന്ന് അങ്ങ് മാറ്റാം. അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ഉലുവയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്ന അരപ്പ് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. അരപ്പ് അതിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമുക്ക് കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ട് അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് കുഴമ്പായിട്ടിരിക്കേണ്ട ഒരു കറിയാണ്. ഈ സമയം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കി 1 മിനിറ്റോളം ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് കറി നന്നായി പാകമായി കഴിഞ്ഞ് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ചക്കക്കുരു മുരിങ്ങയ്ക്ക ഉള്ളപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.